നീലിമ പ്രിയങ്കയുടെ അടുത്ത് പറയുന്നുണ്ടല്ലോ, സിദ്ധാർത്ഥ് തന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് സിദ്ധാർത്ഥിനെ പരിചയപ്പെടുത്തുന്നത്. അത് സിദ്ധാർത്ഥിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സിദ്ധാർത്ഥ് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് നീലിമയുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോഴേക്കും നീലിമ ചോദിക്കുന്നുണ്ട്, സിദ്ധു എന്തിനാണ് എന്റെ അടുത്ത് ഇങ്ങനെയും ദേഷ്യത്തിൽ സംസാരിക്കുന്നത്? ഈയിടെയായിട്ട് സിദ്ധാർത്ഥ് എന്റെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിക്കുന്നതൊക്കെ പറയുമ്പോഴേക്കും സിദ്ധുവിനാകെ വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സിദ്ധു ചോദിക്കുന്നത്, നീ എന്തിനാണ് എല്ലാവരോടും ഞാൻ നിന്റെ ഫ്രണ്ടാണെന്നുള്ള കാര്യം പറയുന്നത്? നിനക്ക് ഞാൻ നിന്റെ ഹസ്ബൻഡ് ആണെന്നുള്ള കാര്യം പറഞ്ഞൂടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. സിദ്ധു, വീട്ടിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കരുതാം, നിങ്ങൾ എന്റെ ഹസ്ബൻഡാണ്, പക്ഷേ പുറത്ത് നിങ്ങൾ എന്റെ ഫ്രണ്ടും അതുപോലെ കമ്പനിയിൽ നിങ്ങൾ എന്റെ ബോസും ആണെന്നൊക്കെയാണ് കേട്ടോ നീലിമ പറയുന്നത്. എന്നാൽ സിദ്ധാർത്ഥ് ആണെന്നുണ്ടെങ്കിൽ കമ്പനിയിലും പുറത്തും അതുപോലെ എവിടെ വെച്ചിട്ടാണെങ്കിലും ഞാൻ നിന്റെ ഹസ്ബൻഡ് തന്നെയാണ്. നമ്മുടേത് അത്ര രഹസ്യ വിവാഹമൊന്നും അല്ലല്ലോ. പിന്നെ നിനക്കെന്താണ് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഹസ്ബൻഡ് ആണെന്നുള്ള കാര്യം പറഞ്ഞാല് നിനക്കെന്താ ഈ ബന്ധത്തിൽ താല്പര്യമില്ല എന്നൊക്കെ ചോദിക്കാനുണ്ടോ? സിദ്ധു ഭയങ്കര ദേഷ്യത്തിലാണേ. സിദ്ധു പറഞ്ഞതിന് മറുപടിയായിട്ട് നീലിമ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഈ ബന്ധം ഇഷ്ടമാണെന്നും എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നീലിമ നിർത്താനോട്ടോ ചെയ്യുന്നത്. നീലിമയുടെ ആ അവസ്ഥ കാണുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥിനും ഭയങ്കരമായിട്ട് വിഷമാകുകയും കൂടുതലൊന്നും ചോദിക്കുകയും ചെയ്യുന്നില്ല കേട്ടോ. തുടർന്ന് നമ്മുടെ സിദ്ധാർത്ഥ ആണെന്നുണ്ടെങ്കിൽ നീലിമയുടെ കൈയും പിടിച്ചിട്ട് വേഗം കാറിൽ കയറ്റിയിട്ട് കാറും എടുത്തിട്ട് അവിടെ നിന്ന് വേഗം പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഇവർ പോകുന്ന രംഗങ്ങളെല്ലാം പ്രിയങ്ക അവിടെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. പ്രിയങ്ക അവർ പോകുന്നത് കാണുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, എന്തായിരിക്കും ഇവർ തമ്മിലുള്ള ബന്ധം എന്നുള്ള കാര്യം. അപ്പോഴേക്കും നമ്മുടെ സിദ്ധാർത്ഥും നീലിമയും വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയ ഉടനെ തന്നെ നീലിമയാണെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥിന്റെ മൂഡ് അത്ര ശരിയല്ല, ഇനിയിപ്പോ എന്തൊക്കെയാ പറയാന്നുള്ള കാര്യം അറിയത്തുമില്ലല്ലോ. അതുകൊണ്ട് വേഗം നേരെ കിച്ചണിലേക്കാണ് കേട്ടോ പോകുന്നത്. മല്ലികാമ്മയാണെന്നുണ്ടെങ്കിൽ അശ്വിനെ വിളിക്കാൻ വേണ്ടിട്ട് സ്കൂളിലേക്കും പോയിരിക്കുകയാണ്. അതേസമയം സിദ്ധു ആണെന്നുണ്ടെങ്കിൽ അവിടെ സോഫയിലിരുന്ന് പത്രം വായിക്കുന്നത് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പത്രം വായിക്കൊന്നുമല്ല, ആള് നീലിമ അടുക്കളയിൽ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീലിമയെ കാണാൻ പറ്റുന്ന വിധത്തിലാണ് സിദ്ധു അവിടെ ഇരിക്കുന്നതുവേ. എന്നിട്ട് സിദ്ധാർത്ഥ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എത്രയോ പെൺകുട്ടികള് തന്റെ അരികിലേക്ക് വരാനും തന്റെ ഭാര്യയാവാനും വരെ ആഗ്രഹിക്കുന്നു. അതില് സിനിമാ നടിമാർ വരെയുണ്ട്. പക്ഷെ താൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ തന്നിൽ നിന്ന് അകന്നു പോകാനാണല്ലോ ശ്രമിക്കുന്നത്. നീലിമ ഒരിക്കലും തന്നിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരിക്കലും സിദ്ധാർത്ഥിന് നീലിമയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല എന്നുള്ള കാര്യം സിദ്ധാർത്ഥിന് നന്നായിട്ട് അറിയാം. പക്ഷെ എന്തായിരിക്കും നീലിമയുടെ പ്രശ്നം എന്നുള്ള കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. അതേസമയം നീലിമയാണെന്നുണ്ടെങ്കിൽ സിദ്ധു നോക്കുന്നൊന്നും അറിയാതെയാണ് കേട്ടോ അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും മല്ലികാമ്മ അശ്വിനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അശ്വിൻ വന്ന ഉടനെ തന്നെ നീലിമ കിച്ചണിലാണല്ലോ ഉള്ളത്. അവിടെ അരികിലേക്ക് ചെന്നിട്ട് ഇന്ന് അമ്മയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേന്ന് നീലിമ പറയുമ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം സൂപ്പറാണ്. അശ്വിൻ പറയുന്നത് കേൾക്കുമ്പോൾ മല്ലികാമ്മ ചോദിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ മല്ലികാമ്മ ഉണ്ടാക്കുന്നത് മോനെ ഇഷ്ടമല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. മല്ലികാമ്മ ഉണ്ടാക്കുന്നത് സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് ഓടുവാണേ. മല്ലികാമ്മയാണെന്നുണ്ടെങ്കിൽ അശ്വിന്റെ പുറകെ തന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ. എടാ നീ ആളെ കൊള്ളാലോടാ, നീ സോപ്പുണ്ടായി നല്ല മിടുക്കനാണല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുറകെ ചെല്ലുന്നത്. തുടർന്ന് നമ്മുടെ നീലിമയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ട് സിദ്ധുവിന്റെ അരികിൽ വന്നിട്ട് പറയുന്നുണ്ട്, സിദ്ധാർത്ഥ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, വാ വന്ന് കഴിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാതെ സിദ്ധു ആണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിൽ പോയിരിക്കുകയും നീലിമ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അവർ കഴിക്കുന്നതിന്റെ ഇടയ്ക്കാണ് കേട്ടോ അശ്വിൻ ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അശ്വിനാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നീലിമയെ നന്നായിട്ട് പുകഴ്ത്തുന്നൊക്കെ ഉണ്ട്. എന്നാൽ സിദ്ധാർത്ഥ ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നീലിമയെടുത്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നീലിമയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നേരെ റൂമിലേക്ക് പോവുകയാണ്. നീലിമ റൂമിൽ പോയിട്ട് വലിയ എന്തോ ഭാരപ്പെട്ട പണിയൊക്കെ ചെയ്യുന്നത് പോലെ സിദ്ധാർത്ഥിന്റെ കൺമുമ്പ് പെടരുതെന്ന് വിചാരിച്ച് കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറെ സമയം കഴിയുമ്പോൾ നീലിമയാണെന്നുണ്ടെങ്കിൽ ഹാളിലേക്ക് വന്ന് നോക്കുന്നുണ്ട്. വന്നു നോക്കുന്ന സമയത്ത് പെട്ടെന്നൊന്നും സിദ്ധാർത്ഥിനെ കാണുന്നില്ല കേട്ടോ. സിദ്ധു ഉറങ്ങി കാണുമെന്ന് വിചാരിച്ച് ആശ്വസിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ സിദ്ധാർത്ഥ് ആണെന്നുണ്ടെങ്കിൽ ഹാളിന്റെ കുറച്ച് അപ്പുറത്ത് മാറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സിദ്ധു ഉറങ്ങിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നീലിമ അരികിലേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, സിദ്ധാർത്ഥ് ഇത്രയും നേരമായിട്ട് ഉറങ്ങിയില്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോഴേക്കും സിദ്ധാർത്ഥ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഓഹോ അപ്പൊ നിനക്ക് എന്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധയൊക്കെ ഉണ്ടല്ലേ, എന്നാവാ നമുക്ക് ഉറങ്ങാം എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് നീലിമയെ കൊണ്ടുപോകുന്ന സമയത്ത് നീലിമ പറയുന്നുണ്ട്, അത് വേണ്ട, ഞാൻ എന്റെ റൂമിൽ കിടന്നോളാം, അതാണ് എനിക്ക് കംഫർട്ട് എന്നുള്ള കാര്യം കേട്ടോ. നിനക്ക് എന്റെ മുറിയിൽ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും ഇനിയും നിനക്ക് അവിടെ കംഫർട്ട് അല്ല എന്നുള്ള കാര്യം നീ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് സിദ്ധാർത്ഥ് ചോദിക്കുമ്പോൾ, സൗകര്യങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് മാനസികമായിട്ട് അവിടെ ഒരു സന്തോഷം കിട്ടുന്നില്ല, അതുകൊണ്ടാണെന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അപ്പോഴേക്ക് സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് പുറത്ത് വെച്ച് എൻ്റെ അടുത്ത് എന്താ പറഞ്ഞത്? ഓഫീസിൽ ഞാൻ നിന്റെ ബോസും അതുപോലെ പുറത്ത് നിന്റെ ഫ്രണ്ടും വീട്ടില് നീ എന്റെ ഭാര്യയാണെന്നുള്ള കാര്യത്തെക്കുറിച്ചല്ലേ? അപ്പോ ഇപ്പൊ നീ എന്റെ ഭാര്യയല്ലേ, അതുകൊണ്ട് തന്നെ നീ എന്റെ കൂടെയല്ലേ കിടക്കണ്ടേ എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ സിദ്ധു എന്നെ മനസ്സിലാക്കണമെന്നും ഞാൻ ട്രോമയിലൂടെ പോയ ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ച ജീവിതം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു ഇതൊന്നും എന്റെ മനസ്സിൽ നിന്ന് ഇതുവരെ മാഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് കേട്ടോ നീലിമ പറയുന്നത്.
ഞാൻ ഇപ്പൊ സിദ്ധുവിനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു നിമിഷം സിദ്ധു എന്നിൽ നിന്ന് എന്നേക്കുമായിട്ട് അകന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതെനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ഞാൻ പഴയ നീലിമയല്ല, എനിക്ക് എല്ലാം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം തരണം എന്നുള്ള കാര്യം കൂടി സിദ്ധുവിന്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ് കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ സിദ്ധു ആണെന്നുണ്ടെങ്കിൽ നീലിമയുടെ ചുണ്ടില് അമർത്തി കൊണ്ട് ചുംബിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നീലിമ അതൊട്ടും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് നീലിമ കുറച്ചു നേരത്തേക്ക് സ്റ്റക്കായിട്ട് അങ്ങനെ നിൽക്കുവാണേ. പക്ഷെ നീലിമയാണെന്നുണ്ടെങ്കിൽ പിന്നീട് സിദ്ധുവിനെ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ചുണ്ടുകളിൽ നിന്നും സിദ്ധാർത്ഥിന്റെ ചുണ്ടുകൾ നേരെ നീലിമയുടെ കഴുത്തിലേക്കാണ് പോകുന്നത്. അപ്പോഴേക്കും നീലിമയ്ക്ക് അറിയാം ഇനി എന്തൊക്കെയാണ് സിദ്ധാർത്ഥ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ നീലിമ സിദ്ധാർത്ഥിനെ തള്ളി മാറ്റിക്കൊണ്ട് പറയുന്നത് കേൾക്കൂ സിദ്ധാർത്ഥ്, എനിക്ക് കുറച്ചും കൂടി സമയം തരൂ എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അപ്പോഴേക്കും സിദ്ധാർത്ഥാണെന്നുണ്ടെങ്കിൽ നീലിമയിൽ നിന്ന് അകന്ന് മാറുവാണ്. നീലിമ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട് കേട്ടോ നീലിമയുടെ അടുത്ത്, നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ മറ്റെന്തോ ഒരു കാരണം കൊണ്ടാണ് നീലിമ തന്നിൽ നിന്ന് അകന്നു പോകുന്നതെന്നുള്ള കാര്യം സിദ്ധാർത്ഥിന് അറിയാം കേട്ടോ. പക്ഷേ ഒരിക്കലും എത്ര സൗഭാഗ്യങ്ങൾ തന്നെ തേടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നീലിമ തന്നിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്നും ഒരു തീരാ ദുഃഖമായിട്ട് സിദ്ധാർത്ഥിന്റെ മനസ്സിലുണ്ടാകും എന്നുള്ള കാര്യം പറയാണ്. അതുപോലെ തന്നെ നീലിമയെ താൻ ഒരിക്കലും ഒഴിവാക്കില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ സിദ്ധാർത്ഥ്. എന്നെ ഒരു അന്യനെ പോലെ കാണരുത് എന്നുള്ള കാര്യം കൂടി സിദ്ധു പറയുകയാണേ. അത് എനിക്ക് ഒട്ടും സഹിക്കാൻ വേണ്ടി പറ്റത്തുമില്ല. സിദ്ധാർത്ഥ് തങ്ങളുടെ വിവാഹം എല്ലാവരുടെ മുമ്പിലും അറിയിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മുടെ നീലിമ ചിന്തിക്കുന്നത്. അത് ഒരിക്കലും മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമായിരിക്കില്ല. നീലിമയുടെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് അവസാനം എല്ലാം തന്നിൽ നിന്ന് നഷ്ടമാകുമോ എന്നുള്ള ഒരു ഭയമുണ്ട്. സിദ്ധാർത്ഥിനെ തനിക്ക് നഷ്ടമാവോ എന്നുള്ള ഭയമാണ് നീലിമയെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രശ്നം. അത് ഒരിക്കലും നീലിമയ്ക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം കൂടി നീലിമ വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കൂ സിദ്ധാർത്ഥ എന്ന് ഭയങ്കര വേദനയോട് കൂടിയിട്ടാണ് നീലിമ സിദ്ധാർത്ഥിന്റെ അടുത്ത് പറയുന്നത്. നീലിമ ഇത്രയും പറഞ്ഞപ്പോഴേക്ക് തന്നെ സിദ്ധാർത്ഥിന് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. കുറച്ചു നേരം മൗനത്തോടു കൂടി നിന്നിട്ട് സിദ്ധാർത്ഥ് നീലിമയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും നീലിമ നിന്നെ, എന്തായാലും നീ വാ നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നീലിമയും ഭയങ്കര ധൈര്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ചെല്ലുന്നത്. കാരണം ഇനി സിദ്ധാർത്ഥ് തന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് നീലിമയ്ക്കുണ്ട്. റൂമിലെത്തിയതിനു ശേഷം ബെഡ് കാണിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, നീ കിടന്നോ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നീലിമ ആ ബെഡിൽ കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങുവാണേ. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ ആണെന്നുണ്ടെങ്കിൽ നീലിമ എഴുന്നേറ്റു. പക്ഷെ സിദ്ധാർത്ഥ് നല്ല ഉറക്കമാണ് കേട്ടോ. കുറച്ചു നേരം സിദ്ധാർത്ഥിനെ നോക്കിയതിനു ശേഷം നീലിമയാണെന്നുണ്ടെങ്കിൽ കിച്ചണിലേക്ക് പോവുകയും അവിടുത്തെ ജോലിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓഫീസിലേക്ക് ഇറങ്ങുവാണേ. സിദ്ധാർത്ഥ് ഉണരും മുമ്പ് ഓഫീസിലേക്ക് പോകണമെന്നാണ് നീലിമ ചിന്തിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ സിദ്ധാർത്ഥ് ആണെങ്കിൽ ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നു. നീലിമയാണെന്നുണ്ടെങ്കിൽ തന്നിൽ നിന്ന് അകന്നു പോകുന്നത് സിദ്ധാർത്ഥിന് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് കേട്ടോ. നീലിമ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിദ്ധുവിന്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നീലിമ പൊക്കോട്ടെ എന്നുള്ള കാര്യം സിദ്ധു മനസ്സിൽ വിചാരിച്ചു. ഇനിയും അവളെ നോവിക്കാൻ വേണ്ടിയിട്ട് അവനൊരിക്കലും മനസ്സില്ല. തുടർന്ന് നമ്മുടെ നീലിമ ഓഫീസിലെത്തിയതിനു ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. ഓഫീസിലെ ഫയലുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീലിമ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സാം ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നീലിമയെ കണ്ടോടനെ തന്നെ സാമിനാണെന്നുണ്ടെങ്കിൽ കലിപ്പാണല്ലോ, അപ്പൊ അങ്ങനെ പല്ലെറുമ്പി ഇങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ നീലിമയാണെന്നുണ്ടെങ്കിൽ തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് നമ്മുടെ നീലിമയ്ക്കാണെന്നുണ്ടെങ്കിൽ ശരീരം മാസകലമായിട്ട് ഒരു തളർച്ച പോലെ തോന്നുവാണ് കേട്ടോ. കുറച്ചു നാളായിട്ട് മനസ്സിന് മാത്രമല്ല ശരീരത്തിനും നല്ല തളർച്ചയുണ്ട് കേട്ടോ നീലിമയ്ക്ക്. അതുകൊണ്ട് തന്നെ സൂര്യയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് നാൾ റെസ്റ്റ് എടുക്കണം എന്നൊരു ചിന്ത നീലിമയ്ക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ ക്ഷീണമായിട്ട് തോന്നുന്നത് കൊണ്ട് തന്നെ നീലിമ അവിടുന്ന് നേരെ വാഷ്റൂമിലേക്ക് ചെന്നിട്ട് ഫേസ് നോക്കുന്നുണ്ട് കേട്ടോ. ഫേസ് ആകെ കരിവാളിപ്പിച്ചിട്ടുണ്ട്. നീലിമയുടെ തളർച്ച ആ മുഖത്ത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. മുഖം കഴുകിയതിനു ശേഷം നീലിമ വാഷ്റൂമിൽ നിന്ന് തുടർന്ന് ക്യാബിനിലേക്ക് എത്തുകയും ക്യാബിനിൽ എത്തിയതിനു ശേഷം സൂര്യയും പ്രിയങ്കയും വിളിച്ചിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, ഉച്ച കഴിഞ്ഞ് നമുക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ രണ്ടുപേരും റെഡി ആയിട്ട് നിന്നോളൂ. അതൊരു വലിയ ടീമിന്റെ ആയതുകൊണ്ട് തന്നെ ഒരു പാളിച്ച ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം കൂടി നീലിമ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക ഫോൺ വെക്കുകയാണേ. ഫോൺ വെക്കുമ്പോഴേക്കും നീലിമയ്ക്ക് ആകെ ശരീരം തളരുന്നത് പോലെ തോന്നിയപ്പോൾ മേശയിൽ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. വീഴാൻ വേണ്ടി പോവുകയാണ് നീലിമ. അപ്പോഴേക്കും ആ ടേബിളിന്റെ മേലുണ്ടായിരുന്ന ഒരു ജാറ് താഴെ വീണിട്ട് അങ്ങ് പൊട്ടുവാണ്. തുടർന്ന് നീലിമ ഒരടി മുന്നോട്ട് വെച്ചപ്പോഴേക്കും ആകെ ശരീരം തളർന്ന് ആള് താഴെ വീഴുവാണ് കേട്ടോ ചെയ്യുന്നത്. നീലിമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം നമുക്ക് നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിൽ കേൾക്കാം കേട്ടോ. ഒരു ഹാപ്പി ന്യൂസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. എന്തായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. താങ്ക്